Hi, welcome back to Aptics Academy. So, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടംപററി ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ യൂണിറ്റ് 1 എക്സ്പ്ലനേറ്ററി വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്പ്ലനേറ്ററി വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടതിന് ശേഷം മാത്രം ഇതിലോട്ടേക്ക് വരിക. കാരണം ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ 8 ടോപ്പിക്സാണ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാമത്തെ ടോപ്പിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അവിടെ വരുന്നത് ഇത്രയും പോയിൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് സിമ്പിളാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരായിട്ട് കാണുന്ന ഒന്നാണ്, ഇക്വലൈസർ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്കൂൾ സിസ്റ്റത്തിനകത്ത് എഡ്യൂക്കേഷൻ വളരെയധികം ഈക്വലായിട്ട് കൊണ്ടുപോകാൻ ആർക്കും പറ്റുന്നില്ല. കാരണം ഒരു ഭാഗത്തുള്ള ചിലപ്പം ചില സ്കൂളുകളിൽ നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. ചിലപ്പോൾ ഒരു സ്കൂളിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരുന്നുണ്ട്. ഈ ലീഡേഴ്സും പൊളിറ്റിക്കൽ പാർട്ടീസും കാര്യങ്ങളും ഇവരൊക്കെ എന്ത് ചെയ്യും, എഡ്യൂക്കേഷനിലേക്ക് കൂടുതൽ ഈ യൂണിവേഴ്സലൈസേഷനിലേക്ക് അധികം വരാതെ മറ്റ് ഇഷ്യൂസിലേക്കാണ് അവർ കൂടുതലായിട്ടും നോക്കുന്നത്. സോ ഇതാണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. ഇനി നോക്കുക, മീനിങ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്. എന്താണ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ അർത്ഥം എന്നുള്ളതാണ് പറയുന്നത്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള നീതി, സാമൂഹികപരമായിട്ടുള്ള നീതിക്കാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുക. അപ്പോൾ ജസ്റ്റിസ് ഇൻ സൊസൈറ്റിയാണ് സോഷ്യൽ ജസ്റ്റിസ്. സൊസൈറ്റിയിലുള്ള ജസ്റ്റിസിനെയാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുക. നമ്മളത് എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, എന്താണ് എഡ്യൂക്കേഷനിലെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തോ ഡിഫറെൻറ്റ് ക്ലാസ്സിൽ നിന്നോ ഡിഫറെൻറ്റ് റിലിജനിൽ നിന്നോ എവിടെ നിന്നോ വരുന്ന ആളുകളായിക്കോട്ടെ, അവർക്ക് തുല്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടണം, അവർക്ക് നീതി കിട്ടണം എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇവിടെ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടല്ലോ, ഈ സോഷ്യൽ ജസ്റ്റിസിനെ ഓരോ ആളുകൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഞാൻ എല്ലാം എടുത്ത് വായിക്കുന്നില്ല, ഡിഫറെൻറ്റ് ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ആൻഡ്രൂ ഹേവർഡ് പറയുന്നുണ്ട്, ജോൺ റോൾസ്, റോബർട്ട് നോസിക്, അങ്ങനെ ഒത്തിരി പേര് പറയുന്ന ഡെഫിനിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ച് വെക്കാവുന്നതാണ്, കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും ഇക്വിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എന്താണ് ഇക്വിറ്റിയും ഇക്വാലിറ്റിയും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. എന്താണ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തുല്യരായിട്ട് കാണുക, കണ്ണുള്ളവനെയും കണ്ണില്ലാത്തവരെയും കൈയുള്ളവനെയും കൈയില്ലാത്തവരെയും തുല്യരായിട്ട് കാണുന്ന, അതായത് തുല്യമായിട്ടുള്ള എക്സാംസ്, തുല്യമായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും ഈക്വലായിട്ട് കാണുന്നതാണ് ഇക്വാലിറ്റി എന്ന് പറയാം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ ഡിസേബിൾ ആണ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ, കണ്ണ് കാണാത്ത ആൾക്ക് അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുത്തിട്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി കൊടുത്തിട്ട് മറ്റുള്ളവരുമായിട്ട് തുല്യരാക്കുക. ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്നൊരു പോസ്റ്റ് ഉണ്ടാവും. എങ്ങനെയാണ് 3 പേരിങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരാൾ കുറച്ചൊരു ഹൈറ്റ് കുറവാണ്, ഒരാൾ അതിനെക്കാട്ടിലും കുറച്ച് കൂടുതലാണ്, ഒരാൾക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 പേര് ഒരു മതിലിൻ്റെ അടുത്ത് നിൽക്കുകയാണ്, അപ്പുറത്ത് എന്തോ സംഭവം നടക്കുന്നുണ്ട്, അത് കാണുകയാണ്. ഏറ്റവും ഹൈറ്റുള്ള ആൾക്ക് നല്ല രീതിയിൽ കാണുന്നുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ആളുടെ ഒരു കണ്ണിൻ്റെ ഭാഗം വരെയാണ് കാണുന്നത്, ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് തീരെ കാണുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് ഹൈറ്റ് കുറഞ്ഞ 2 പേർക്ക്, ഒരാൾക്ക് മീഡിയം സൈസ്ഡ് ഒരു ടേബിളും ഒരാൾക്ക് അതിനേക്കാട്ടിലും കുറച്ചുകൂടെ വലിയൊരു ടേബിളും കൊടുക്കുന്നുണ്ട്. കാരണം അവിടെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും തുല്യമായിട്ടുള്ള ഹൈറ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതാണ് ഇക്വിറ്റി. അപ്പോൾ നമ്മുടെ കുറവുകൾ, അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് തന്നിട്ട് ഉള്ള സംഭവത്തിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുക. അപ്പോൾ ഇക്വിറ്റി ഉറപ്പുവരുത്തുക. കാരണം ഡിഫറെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂസ് ഉള്ള, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള, ഡിഫറെൻറ്റ് വാല്യൂസും വേൾഡ് വ്യൂസും ഉള്ള ആളുകളായിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി സോഷ്യൽ ജസ്റ്റിസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഡേവിഡ് മില്ലർ ഹാസ് ക്ലാസിഫൈഡ് സോഷ്യൽ ജസ്റ്റിസ് ഇൻടു 3 മാറ്റിയിരിക്കുന്നത്. ആരാണ്? ഡേവിഡ് മില്ലർ. എന്തൊക്കെയാണ്? ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്, ടു ഈച്ച് അക്കോർഡിംഗ് ഹിസ് റൈറ്റ്, ടു ഈച്ച് അക്കോർഡിംഗ് ടു ഡിസേർട്സ്. അപ്പോൾ ഈ 3 രീതിയിലാണ് എന്ത് മാറ്റിയിരിക്കുന്നത്, ഡേവിഡ് മില്ലർ സോഷ്യൽ ജസ്റ്റിസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ പ്രത്യേകതയാണ് ഇനി ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്താണ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സാമൂഹികപരമായിട്ടുള്ള നീതിയാണ്. അപ്പോൾ ഒരു ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ മന്ത്ലി 10,000 ആണെന്ന് വിചാരിക്കുക. മറ്റൊരു ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് 5,000 ആണെന്ന് വിചാരിക്കുക. ഒരു ഫാമിലിക്ക് 2,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർക്ക് എഡ്യൂക്കേഷൻ വേണം, ഒരേ എഡ്യൂക്കേഷൻ വേണം. പക്ഷേ ഈ എഡ്യൂക്കേഷൻ എന്താണ്, അൾട്ടിമേറ്റ്ലി പൈസ തന്നെയാണ് സമ്പാദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 10,000 കൊടുത്ത് പഠിക്കുന്ന കുട്ടിക്ക് 5,000 കൊടുത്ത് പഠിക്കുന്ന കുട്ടിക്കും
വേർതിരിച്ചുള്ള എഡ്യൂക്കേഷനാണ് കിട്ടുക. കാരണം ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പറ്റില്ല, അത്ര ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കിട്ടില്ല. അപ്പം ഇവിടെ അവരുടെ കഴിവുകേട് കൊണ്ടോ ഒന്നും അല്ല അത് നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? സാമ്പത്തിക പിന്നോക്കാവസ്ഥയിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ എക്കണോമിക്കലി ബാക്ക്വേർഡുള്ള ആളുകളായതുകൊണ്ട് എഡ്യൂക്കേഷനിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നില്ല. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് ഇൻജസ്റ്റിസ് ആണ്. അപ്പോൾ ഇത് ഒരു സൊസൈറ്റീനെ കൾച്ചറലിയും ഇക്കണോമിക്കലിയും ബാധിക്കുന്നുണ്ട്. അടുത്തത് നോക്കുക, ഇന്ത്യൻ ഗവൺമെൻറ്റ്സ് റീസൺ ഫോർ യൂസിങ് എഡ്യൂക്കേഷൻ ടു പ്രൊമോട്ട് സോഷ്യൽ ജസ്റ്റിസ്. ഇന്ത്യൻ ഗവൺമെൻറ് ഹാസ് ബീൻ യൂസിങ് എഡ്യൂക്കേഷൻ ടു പ്രിസർവ് സോഷ്യൽ ജസ്റ്റിസ് ഫോർ ദ വീക്കർ സെഷൻസ് ഓഫ് ദി കമ്മ്യൂണിറ്റി. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും വീക്കർ സെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഈ എഡ്യൂക്കേഷൻ ഒരു ടൂളായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ യൂസ് ചെയ്യുന്നത്. ദ ബെസ്റ്റ് വേ ടു അപ്ലിഫ്റ്റ് ദ ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി സെക്ഷൻസ് is to bring them into the mainstream and help them come up with their own way. ചെറിയ മിസ്റ്റേക്സ് നിങ്ങൾക്ക് കാണാം കേട്ടോ, അത് കോപ്പി ചെയ്യുന്നതിൽ വന്ന മിസ്റ്റേക്സ് ആണ്. സോ ഇവിടെ പറയുന്നത് എന്താണ്? ബാക്ക്വേർഡ് സെഷൻസിനെയൊക്കെ മുൻപോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിലൂടെയാണ്. ദ മൈൻഡ് സെറ്റ്സ് ഓഫ് ദ വീക്കർ സെക്ഷൻസ് നീഡ് ടു ബി ചേഞ്ച്ഡ് ആൻഡ് ദ സെൻസിറ്റിവിറ്റി നീഡ്സ് ടു ബി ഡീമൈനോറിറ്റൈസ്ഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് വീക്കർ സെക്ഷനിൽ കിടക്കുന്ന ആളുകൾക്ക് അവർ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അവരുടെ ഒരു മൈൻഡ് സെറ്റ് അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റിനെ മാറ്റിയെടുക്കാനും അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും കൂടുതൽ പോസിറ്റിവിറ്റി അവർക്ക് കൊടുക്കാനുമുള്ള ഒരു ടെക്നിക്ക് കൂടെയാണ് ഇത്. ദ ഡയറക്റ്റ് ഗോൾ ഈസ് ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ ജസ്റ്റിസ് ത്രൂ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലൂടെ സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഫ്രീഡം ഓഫ് തോട്ട് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താ? എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ് ഇറേസസ് സോഷ്യൽ ഇൻജസ്റ്റിസ്. സാമൂഹികപരമായിട്ടുള്ള അനീതികളെ തുടച്ചു നീക്കുകയാണ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിലെന്തൊക്കെയാണ് പറയുന്നത്? സിസ്റ്റമിക് സോഷ്യൽ ജസ്റ്റിസ് പ്രൊമോഷൻ ഇൻ എഡ്യൂക്കേഷൻ. സോഷ്യൽ ജസ്റ്റിസ് എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ഫോമുകളാണുള്ളത്. ഒന്ന് എഡ്യൂക്കേഷണൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ളതും ഒന്ന് വിത്തിൻ ദ ക്ലാസ് റൂം ഉള്ളതും. ഈ രണ്ട് വേസ് ആണെന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ളത്. ഒന്നാണ് എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ, രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ക്ലാസ് റൂം. ഇനി എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആദ്യത്തേത് ഒരു സ്കൂൾ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്കൂൾ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് ഈ സ്കൂൾ ബിൽഡ് ചെയ്താൽ മാത്രം പോരാ, ആ സ്കൂളിന് ആവശ്യമുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടോ? കുട്ടികളെ ചേർത്തുകയാണെങ്കിൽ തന്നെ ആ കുട്ടികൾക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാതെ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആ ഫാമിലിക്കുണ്ടോ? ആ കുട്ടിയുടെ ഡീറ്റെയിൽ, ആ കുട്ടിക്ക് അവിടെ പഠിക്കാനുള്ള സാഹചര്യവും എക്യുപ്മെൻസും ബാക്കി കാര്യങ്ങളും ആ കുട്ടിക്ക് ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ അന്വേഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമിൽ എന്താണ്? ആസ് ഫോർ അഡോപ്റ്റിംഗ് എ സോഷ്യൽ ജസ്റ്റിസ് ഫ്രെയിംവർക്ക് വിത്തിൻ ദ ക്ലാസ് റൂം ദ റെസ്പോൺസിബിലിറ്റി ഫോൾസ് ഓൺ ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി പോകുന്നത് അഡ്മിനിസ്ട്രേഷനും ടീച്ചേഴ്സിനുമാണ്. സോഷ്യൽ ജസ്റ്റിസ് കമ്മിറ്റ് ചെയ്യുന്ന സ്കൂളുകൾ മസ്റ്റ് ഓൾസോ കമ്മിറ്റ് ടു ഫ്രീക്വൻറ്റ് സെൽഫ് റിഫ്ലക്ഷനെയും കമ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുവരാൻ പറ്റുക? ഒരു സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ വർക്ക്ഷോപ്സുകൾ, കോൺഫറൻസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ബട്ട് ദർ ഷുഡ് ഓൾസോ ബി ആൻ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദർ ഇസ് നോ ഫിനിഷ് ലൈൻ. ആ ഒരു ഫിനിഷ് ലൈൻ ഇല്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇത് എന്താണ്? നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ഒരു എൻഡ് ഉണ്ടെന്ന് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ടീച്ചേഴ്സ് ക്യാൻ പ്രൊമോട്ട് സോഷ്യൽ ജസ്റ്റിസ് ഇൻ എ വെറൈറ്റി ഓഫ് വേസ്. ഏതൊക്കെ വെറൈറ്റി ഓഫ് വേസിലാണ് ടീച്ചേഴ്സിന് സോഷ്യൽ ജസ്റ്റിസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? സച്ച് ആസ് മേക്കിംഗ് sure to provide students with multiple perspectives and encouraging them to think beyond themselves. ഇപ്പോൾ ക്ലാസ്സിൽ ചില ടീച്ചേഴ്സിനെ നമുക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ആ ടീച്ചേഴ്സ് തരുന്ന പല ഇൻസൈറ്റുകളായിരിക്കും നമുക്ക് പിന്നീട് ഉപകാരത്തിൽപ്പെടുക. അപ്പോൾ ചില ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ട് ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറയും. അപ്പം നമ്മൾ ആ ഒരു സമയം നമ്മൾ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടി എടുക്കുന്ന സമയമായിരിക്കും. പക്ഷേ ചിലപ്പോൾ ആ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻസൈറ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കുട്ടികളെ അവർ ചിന്തിക്കുന്ന രീതിയിൽ നിന്നും അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ളൊരു ശേഷി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഓപ്പർച്യൂണിറ്റീസ് കാണിച്ചു കൊടുക്കുക, ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ പറയുന്നത് തന്നെയാണ് ശരി എന്നുള്ളതിന് അപ്പുറത്തേക്ക് കുട്ടിക്കുള്ള കാഴ്ചപ്പാട് എന്താണെന്നും കൂടെ പറയാനുള്ള ഒരു അവസ്ഥ കൊടുക്കുക. ഇതൊക്കെയാണ് ക്ലാസ് റൂമിൽ പറയുന്നത്.
സോ നോക്കുക, ദ അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. സോഷ്യൽ ജസ്റ്റിസ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം എന്ന് പറയാൻ കാരണം എമ്പതി, ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒന്നും കൂടെ അവർ ചിന്തിക്കുന്നതിലപ്പുറത്തേക്ക് ചിന്തിക്കാനും എന്താണ് ജസ്റ്റ്, എന്താണ് ഫെയർ, എന്താണ് ഇൻജസ്റ്റിസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സഹായിക്കും. അതുപോലെ തന്നെ ഒരുപാട് ദർ ഇസ് ഇൻ എ ലോട്ട് ഓഫ് റിസർച്ച് ഇൻ ടു ദ ബെനിഫിറ്റ്സ്, ബട്ട് വാട്ട് ദർ ഇസ് വെരി പ്രോമിസിങ്. ഈ സോഷ്യൽ ജസ്റ്റിസ് ഇൻ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ബെനിഫിറ്റുകളും റിസർച്ചുകളും അതിൻ്റെ പിന്നിൽ നടന്നിട്ടില്ലെങ്കിലും അവർ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പ്രോമിസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാസ്റ്റ്, റിലിജൻ, കൾച്ചറൽ ബേസിസിലൊക്കെ ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട്. വീക്കർ സെക്ഷൻസിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൈനോറിറ്റി, ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിട്ട്. മൈനോറിറ്റി എന്ന് പറയുന്നത് റിലീജിയസ് ബേസ്ഡ് ആണ്. ബാക്ക്വേർഡ് ക്ലാസ്സസ് കാസ്റ്റിൻ്റെയും എക്കണോമിക് ബേസിസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കർ സെക്ഷൻസിനെ ഒന്നും കൂടെ അവർക്കായിട്ട് എന്താ പറയുക, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് പുറത്തോട്ടേക്ക് വരാനുള്ളൊരു ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ സോഷ്യൽ, കൾച്ചറൽ, ഇക്കണോമിക്, റിലീജിയസ് ഇൻട്രസ്റ്റുകളെയൊക്കെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സൊസൈറ്റീൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ആൻഡ് അതുപോലെ പറയുന്നത് ഗവൺമെൻറ് ഒരുപാട് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ് വീക്കർ സെക്ഷൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി ആ സോഷ്യൽ ജസ്റ്റിസിൻ്റെ പാർട്ടും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് എഡ്യൂക്കേഷനാണ്. ഇതിൽ പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസിൻ്റെ ഒരു സെറ്റാണ്. അതിൽ ബേസിക് റൂൾസും എസ്റ്റാബ്ലിഷ്ഡ് പ്രസിഡൻസ് ഒക്കെയുള്ള ഒരു സെറ്റ് ഓഫ് സാധനത്തിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. അതുപോലെ തന്നെ അത് ഐഡൻറ്റിഫൈസ്, ഡിഫൈൻസ് ആൻഡ് റെഗുലേറ്റ്സ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ പവർ സ്ട്രക്ചറിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവേൺ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആരാണ് ചെയ്യുന്നത്? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്യൂട്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് ഉണ്ട്. ആൻഡ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് വിത്ത് എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. ഇതൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഉള്ള സംഭവങ്ങൾ തന്നെയാട്ടോ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1950 ജാനുവരി 26 ഇത് ഫോഴ്സിലേക്ക് വരുന്നത്. ഇനി നമുക്ക് പ്രിയാമ്പിൾ ഒന്ന് നോക്കാം. സോ ഇതാണ് പ്രിയാമ്പിളിൻ്റെ ഒരു രൂപം. മുകളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ടാവും. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രണ്ട് പേജ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ആമുഖം എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെ ഒരു സത്ത് മൊത്തം അടങ്ങിയിട്ടുള്ള ഒരു പേജാണ് പ്രിയാമ്പിൾ കേട്ടോ. അതിൽ എഴുതിയിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. So എന്തൊരു പവർഫുൾ ആയിട്ടുള്ള വേർഡ്സ് ആണല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക ബോൾഡാക്കി എഴുതിയിരിക്കുന്നത് കാണാം. ആൻഡ് ക്യാപ്സിൽ എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആൻഡ് ഇത് വായിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് എപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്, ഏത് ദിവസമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്ക് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്. നമ്മൾ ഈ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ കണ്ടില്ലേ? എന്തൊക്കെയാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഈ 4 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ബോൾഡാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ 4 കാര്യങ്ങളാണ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. സോ ഈ 4 കാര്യങ്ങൾ ഇതാണ് ഇവിടെ വാല്യൂസിൽ പറയുന്നത്. ജസ്റ്റിസ്, സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റേറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ടു പ്രൊമോട്ട് ദം ഓൾ. ഈ സാധനം കണ്ടില്ലേ? ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് ഡൗൺ ഫോർ യൂണിവേഴ്സൽ വാല്യൂസ് എന്ന് പറയുന്നത്. 4 യൂണിവേഴ്സൽ വാല്യൂസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്? ആസ് വി ഹാവ് സീൻ, റൈറ്റ്സ് ആർ ക്ലെയിംസ് ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഒരാൾക്ക് ജീവിക്കാനും അവരുടെ വളർച്ചയ്ക്കും അവരുടെ എക്സിസ്റ്റൻസിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾക്കാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്.
ഇവിടെ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് സെൻസ് ദർ വിൽ ബി എ ലോങ് ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് whereas all these are recognized by the society. Some of the most important rights are recognized by the state and enshrined in the constitution. Such rights are called fundamental rights. അപ്പോൾ ഇങ്ങനെ കുറച്ച് റൈറ്റുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളുടെ ജീവിതത്തിന് അത്രയും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. അതിൻ്റെ ആർട്ടിക്കിളും കൂടിയാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലിജൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ചില സമയത്തൊക്കെ ചില കേസുകളൊക്കെ കാണും അല്ലേ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിഷേധിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഏതെങ്കിലും ആളുകൾ സ്റ്റേജിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരാളെ അപമാനിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതായത് അപ്പുറത്തുള്ള ആളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കരുത് നമ്മുടെ പ്രവർത്തനം എന്നുള്ളത്. ഇനി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് ഇവിടെ പോയിൻറ്റ്സ് ആക്കി കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. എന്തൊക്കെയാണ്? ടു അബൈഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട്സ്, അതിൻ്റെ ഐഡിയൽസിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെ നാഷണൽ ഫ്ലാഗിനെയും ആന്തത്തിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നോബൽ ഐഡിയാസ്, നമ്മുടെ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം, ഇതെല്ലാം ചെറിഷ് ചെയ്യണം. അതുപോലെ തന്നെ സോവറിറ്റി, യൂണിറ്റി, ഇൻറ്റഗ്രിറ്റി ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും, അപ്ഹോൾഡ് ചെയ്യുകയും ചെയ്യണം. ഇതിനുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇനി റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, അത് നമുക്കറിയാവുന്നത് പോലെ എന്താണത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, RTE ആക്ട് അല്ലേ, അതിനെ പറ്റിയാണ് ഇവിടെ മൊത്തമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, RTE ആൻഡ് ഇൻക്ലൂഷൻ, RTE, ഈ ഒരു ആക്ടിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ മുൻപേ സൂചിപ്പിച്ചതാണ്. എവ്രി ചൈൽഡ് ഓഫ് ഏജ് 6 to 14 years, 6 മുതൽ 14 വയസ്സ് വരെയുള്ള ഏതൊരു കുട്ടിക്കും ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ വേണമെന്നാണ് പറയുന്നത്. ദ ഐഡിയ ഓഫ് നെയ്ബർഹുഡ് സ്കൂൾസ്, ഇതിലൊരു നെയ്ബർഹുഡ് സ്കൂളിൻ്റെ ഐഡിയ പറയുന്നുണ്ട്. ക്യാൻ ബി ട്രേസ്ഡ് ദ നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആസ് ഇലാബറേറ്റഡ് ഇൻ ദ കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് whereby the neighborhood school is meant to be a common space for all children cutting across caste, class, gender lines, learn together in the best inclusive manner. അപ്പം നമുക്കറിയാം, ഒരു ഇത്ര ചുറ്റളവിൽ ഒരു പ്രമൈസിൽ ഒരു സ്കൂള് വേണം എന്നുള്ളത്. അപ്പോൾ ആ സ്കൂളിൽ ജാതി മത ഭേദമന്യായിരിക്കണം പഠിക്കേണ്ടത്. ഏത് കുട്ടികൾക്കും വന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് ബിൽഡ് അല്ലെങ്കിൽ സെറ്റ് ചെയ്യേണ്ടത്. The Right to Education Bill. In 2002, education was made a fundamental right in the 86th Amendment to the Constitution. അപ്പോൾ 86ാമത്തെ അമെൻമെൻറ്റിലാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ എന്നുള്ളത് വന്നിട്ടുള്ളത്. 6 years after an amendment was made in the India Constitution, the Union Cabinet cleared the Right to Education Bill. അതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിൽ. കീ പ്രൊവിഷൻസ് ഓഫ് ദ ബിൽ ഇൻക്ലൂഡ്, ഇതിലെന്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? 25% റിസർവേഷൻ ഇൻ പ്രൈവറ്റ് സ്കൂൾസ് ഫോർ ദ disadvantaged children from the neighborhood at the entry level. അപ്പം 25% റിസർവേഷന് പ്രൈവറ്റ് സ്കൂളിൽ ഡിസഡ്വാൻറ്റേജ്ഡ് ചിൽഡ്രന് കിട്ടണം എന്ന് ഉള്ളത്. ദ ഗവൺമെൻറ് വിൽ റീഇംബേഴ്സ് സ്കൂൾസ് ഫോർ എക്സ്പെൻഡിച്ചർ ഇൻക്യൂർഡ് ബൈ ദം. അതിൻ്റെ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് ആണ് കൊടുക്കുന്നത്. ഇനി RTEയുടെ സിഗ്നിഫിക്കൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009 marks a historic moment for the children of India. This act serves as a building block to ensure that every child has its or her right to get a quality elementary education and at that state with the help of families and communities fulfills this obligation. അപ്പോൾ ഈ ഒരു ആക്ടോട് കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. Few countries in the world have such a national provision to ensure both free and child-centered, child-friendly education. അപ്പോൾ രാജ്യത്തെ ചില കൺട്രികളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള കുറച്ച് പോളിസീസ് ഉള്ളത്. സോ വി ഹാവ് ടു ബി പ്രൗഡ്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ സംഭവങ്ങൾ റൂളും നടപ്പിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇറ്റ് ഈസ് എ സെക്കൻഡ് തിങ്, ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു ലോ ഉണ്ട്. ഇനി RTEയുടെ മെയിൻ ഫീച്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ.
6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കിട്ടണം. അതുപോലെ തന്നെ ഒരു കുട്ടീനെയും ഹെൽഡ് ബാക്ക് ചെയ്യരുത് അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യരുത്. അതുപോലെ തന്നെ എലമെൻ്ററി എഡ്യൂക്കേഷൻ വരെ ബോർഡ് എക്സാമിനേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പാസ് ചെയ്യണമെന്നുള്ള ഒരു കമ്പൽസറിയും കാര്യങ്ങളൊന്നുമില്ല. 6 വയസ്സ് വരെയുള്ള കുട്ടികളിനെ ഏതെങ്കിലും എലമെൻ്ററി സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കണം. ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ക്ലാസ്സിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വയസ്സിനനുസരിച്ച് അവരെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് അർത്ഥം. അടുത്തത് ഇതിന് ഈ ഒരു പ്രൂഫായിട്ട് എലമെൻ്ററി എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏജ് ഓഫ് എ ചൈൽഡ് ഷോൾ ബി ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ബർത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ബർത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വയസ്സിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എലമെൻ്ററി എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് ടീച്ചർ റേഷ്യോയുടെ ഇത് എടുക്കണം. അതുപോലെ തന്നെ 25% റിസർവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് റിസർവേഷൻ കൊടുക്കണം എന്നുള്ളത് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ടീച്ചേഴ്സ് വിൽ നീഡ് ടു എഡ്യൂക്കേറ്റ് പ്രൊഫഷണൽ ഡിഗ്രി വിതിൻ 5 years ഓർ എൽസ് വിൽ ബി ലോസ് ദെയർ ജോബ്. അവർ ജോയിൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ അവർക്ക് വേണം, അല്ലെങ്കിൽ അവർ ജോലിയിൽ നിന്നും അവർക്ക് ജോലി നഷ്ടപ്പെടും എന്നുള്ളതാണ്. സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ അത്യാവശ്യമാണ്. 3 വർഷം കൂടുന്തോറും അത് മാറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമുക്കറിയാം ചില കോളേജസിലൊക്കെ നമുക്കറിയാം നാക് വിസിറ്റുകളും കാര്യങ്ങളും നടക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ സ്കൂളുകളിലും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം. ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ വരുന്ന സമയത്ത്, സയൻറ്റിഫിക്കലി കുറേ സംഭവങ്ങൾ വരുന്ന സമയത്ത് അതിനനുസരിച്ച് സ്കൂളുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഫിനാൻഷ്യൽ ബർഡൻ വിൽ ബി ഷെയർഡ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. ഇനി അതിൻ്റെ മീനിങ് കൊടുത്തിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ഇൻഡയറക്റ്റ് കോസ്റ്റുകളോ ഡയറക്റ്റ് കോസ്റ്റുകളോ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? സ്കൂൾ ഫീ. അപ്പം അവിടെ സ്കൂൾ ഫീ ഒന്നുമില്ല. അതുപോലെ ഇൻഡയറക്റ്റ് കോസ്റ്റാണ് യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്, മിഡ് ഡേ മീൽ, ട്രാൻസ്പോർട്ടേഷൻ. ഇതൊക്കെ എലമെൻ്ററി എഡ്യൂക്കേഷനിൽ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. ഇനി അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ അല്ല. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെയും അതുപോലെ തന്നെ പാരൻസിൻ്റെയും ഡ്യൂട്ടി എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് സ്കൂളിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ബോത്ത് പാരൻസും ടീച്ചേഴ്സും അതുപോലെ അവിടെയുള്ള കമ്മ്യൂണിറ്റിയും ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഹെൽത്ത്, ഹൈജീൻ, വാട്ടർ, സാനിറ്റേഷൻ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ 50% ഓഫ് വിമൻ ആൻഡ് പാരൻസ് ഓഫ് ചിൽഡ്രൻ, ഈ നമ്മൾ പറഞ്ഞ ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സിൽ നിന്നുള്ളവരുടെ അവരുടെ ഇൻക്ലൂഷൻ ഉറപ്പ് വരുത്തണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂളുകളുടെ ഒരു യൂണിറ്റിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നോ? അപ്പോൾ അതിനെ പറ്റിയിട്ടും കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചറും പറ്റുന്ന ടീച്ചേഴ്സും അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സും കാര്യങ്ങളും കൊടുക്കണം. 2 ട്രെയിൻഡ് ടീച്ചേഴ്സ് വിൽ ബി പ്രൊവൈഡഡ് ഫോർ എവറി 60 സ്റ്റുഡൻസ് അറ്റ് ദ പ്രൈമറി ലെവൽ. സ്കൂളത്തെ കുട്ടികളും അവർക്ക് വേണ്ടിയിട്ടുള്ള അഡീക്വേറ്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ടീച്ചേഴ്സ് അവർക്ക് ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂളുകളിൽ ഉണ്ടാവുന്നത്. കാരണം ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 80, 90 കുട്ടികൾ ഒരു ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും കിട്ടണം. അതുപോലെ തന്നെ റെഗുലറായിട്ടും പങ്ക്ച്വലായിട്ടും ടീച്ചർ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് പാരൻറ്റ് ടീച്ചർ മീറ്റിംഗ്സ്, PTA മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. The number of teachers shall be determined by the total number of students rather than by grade ലെവലിൽ നോക്കുന്നതിന് പകരം ഓരോ ഗ്രേഡിന് ഇത്ര ടീച്ചേഴ്സ് വേണം അല്ലെങ്കിൽ ഇത്ര എണ്ണം വേണം എന്നുള്ളതിന് പകരം കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കണം ടീച്ചേഴ്സിൻ്റെ ഡിവിഷൻ ഉണ്ടാവേണ്ടത്. ഇനി RTEയുടെ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്? RTEനെ ഫണ്ട് ചെയ്യുന്നത് വിൽ ബി ഫണ്ടഡ് ജോയിൻ്റ്ലി ബൈ ഫെഡറലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആണ്. ദ സെൻട്രൽ ഗവൺമെൻറ് ഷോൾ പ്രിപ്പയർ എസ്റ്റിമേറ്റ്സ് ഫോർ എക്സ്പെൻഡിച്ചർ. അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് വിൽ ബി പ്രൊവൈഡഡ് എ പെർസെൻറ്റേജ് ഓഫ് ദീസ് കോസ്റ്റ്. ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കിട്ടുന്നുണ്ട്. സോ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്തു. അതിൻ്റെ കുഞ്ഞു സബ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ സ്കൂൾ അഡ്മിഷൻസ്. സോ ഞാൻ ജസ്റ്റ് സ്ലോ ആയിട്ട് സ്ലൈഡ് ഒന്ന് നീക്കി പോകാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. ആൻഡ് ഓൾവേസ് റിമെമ്പർ,
ഞാനിത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയുമോ ശ്രദ്ധിക്കുക കേട്ടോ. ഓൾവേസ് റിമെമ്പർ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഷോർട്ട് നോട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് B.ed ആകുന്ന സമയത്ത് നമുക്ക് കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ എഴുതുക, കളർ ചെയ്യുക, ഒരു മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആക്റ്റുകളും കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പം ഒരു ആൻസർ ചെയ്യുന്ന സമയത്ത്, ഒരു എസ്സേ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് അത് വാരി വലിച്ചെഴുതി നിറയ്ക്കാതെ എഴുതുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. സോ എഴുതുന്ന സമയത്ത് വേണ്ട കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് എഴുതുക. പോയിൻറ്റ്സിനെ സ്പെസിഫൈ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചില എക്സാമ്പിൾസ്, ചില ഡെഫിനിഷൻസ്, ആളുകൾ പറഞ്ഞിട്ടുള്ള കോട്ടുകൾ, അതുപോലെ തന്നെ ആക്ടിൻ്റെ ആർട്ടിക്കിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എടുത്ത് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതൊക്കെ ഇതിലുള്ള സബ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ ഫിഗർ കണ്ടല്ലേ, ഈ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ്, അതിനൊന്നും കൂടെ ലിസ്റ്റ് ഔട്ട് ചെയ്തതാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ആൻഡ് ഇപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ നമ്മൾ ഇൻട്രൊഡക്ടറി വീഡിയോ പ്ലസ് എക്സ്പ്ലനേറ്ററി വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളെല്ലാ പോയിൻറ്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് അധികം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ഭാഗങ്ങളാണ് ഞാൻ സ്ലൈഡ് കാണിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ യാ, താങ്ക് യു സോ മച്ച്. ബൈ. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ സൂൺ.